നിങ്ങള് വാ പൊളിച്ച് നോക്കിയിരിക്കുന്നിവിടെ കാണുന്നുണ്ട്. എന്താ ഈ കുട്ടി ഇവിടെ കയറി നിൽക്കുന്നത് നാം വിചാരം. തൽക്കാലം രാജീവേട്ടന്റെ മകളായ ഞാനേ ഉള്ളൂ. ഇന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അച്ഛനെ വീട്ടിൽ ഓരോരോ പണികൾ തരാറുണ്ട്. അപ്പൊ വീട്ടിന്റെ പുറത്തും പണി തരാൻ തുടങ്ങി. എന്താ ചെയ്യുന്നത്? അപ്പോ 14 വർഷം മുമ്പ് അച്ഛനും അമ്മയും അച്ഛന്റെ ഓരോരോ ക്രേസി ഫ്രണ്ട്സും കൂടി ഉണ്ടാക്കിയ സാധനമാണ് ഈ കാര്യസംഘം. എനിക്ക് അന്നൊരു 3-4 വയസ്സൊക്കെ ആകും. ഒരു കവിത ചൊല്ലി പിന്നെ ഇവിടെ ഇരിക്കുന്ന ചില അങ്കിൾമാരെ എന്നെ അന്ന് പൊക്കിയെടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഇവര് ഞങ്ങളുടെ വീട്ടിന്റെ ബേസ്മെന്റിൽ വരും. ഒരൊറ്റ ദിവസത്തെ നോട്ടീസ് തരാം കവിത ചൊല്ലാൻ. അപ്പൊ കുറെ ആൾക്കാർ വരും, കവിത ചൊല്ലും, ഞാനും ചൊല്ലും. അതേപോലെ എന്റെ കുറെ ഫ്രണ്ട്സും എന്റെ ഏട്ടനും അങ്ങനെ പല പല ആൾക്കാർ നോക്കാതെ കവിത ചൊല്ലും. ഈ ബേസ്മെന്റിലൊക്കെ കവിത ചൊല്ലുന്ന രാത്രികളൊക്കെ ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ഇവരൊക്കെ നല്ല സന്തോഷവും. ഇവരെന്ന് പറഞ്ഞാൽ ആ ക്രേസി ഗൈസ് തന്നെ, അവർക്ക് നല്ല സന്തോഷവും. പിന്നെ ഈ കുട്ടികളൊക്കെ കവിത ചൊല്ലാൻ പുറപ്പെടും. ഇങ്ങനെ കാണുമ്പോൾ ശ്രീ മുരുകൻ കാണാകടയുടെ ചില വരികളാണ് ഓർമ്മ വരുന്നത്. നാളെ പ്രതീക്ഷതൻ കുങ്കുമ പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. വേണുകേ നാം 2 നിഴലുകൾ, ഇരുളിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ. പകലിന്റെ നിറമാണു നമ്മളിൽ, നിറവും നിരാശയും. അപ്പോ അച്ഛന് വേണ്ടി ഇത്രയും പറഞ്ഞു. ഇനി ഞാൻ എന്റെ ഫ്രണ്ട് നമിത തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ആശംസിക്കാൻ. പക്ഷെ അതിനു മുമ്പേ ഈ നേരത്തെ പറഞ്ഞ ക്രേസി ഗൈസിനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുന്നു, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ. അപ്പോ സാജു അങ്കിൾ, ജോസഫ് അങ്കിൾ, ബിനോയ് അങ്കിൾ, ഷാജു അങ്കിൾ, പിന്നെ അച്ഛനും അമ്മയും ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വരാം. Children
you should stay seated during the program. Not to get distraction for those reciting or for the audience as well as do not touch any of the instruments here on the back. I think it's considered important. There will be a coffee break after the children's recital. It will be for about 15 minutes. And we have what we recitals from the children. Be sure to be back within 15 minutes, please. Stay in the kitchen area. There will be some snacks there. And when you take the snacks, please ensure that you just remain in that area, please. Washrooms are on this side, and this side, and this side, I guess. Please stay till the end of the program. Don't just leave after your children's performance. Just invite everybody. Be supportive. There is a donation box. As you know, this is run by volunteers effort. So just for the cost sharing, if you feel like donating something, there's the box in the back. What was the other thing? Oh yeah, when you fill the stage, please come to your left and exit to the right. കുട്ടികൾ എഴുന്നേറ്റ് നടക്കാതെ പേരൻസ് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഡിസ്ട്രാക്ഷൻ ആകാണ്ട്. ഈ എക്വിപ്മെൻ്റൊന്നും തൊടാതിരിക്കുക. പതിയുടെ സാമഗ്രികളാണ് നമ്മൾ വസ്തുക്കളോടുകൂടി കാണുക. പിള്ളേരുടെ പരിപാടി കഴിയുമ്പോഴത്തേക്കും 15 മിനിറ്റ് കോഫി ബ്രേക്ക് ഉണ്ട്. കോഫി ബ്രേക്കിൻ്റെ സമയത്ത് സ്നാക്സ് അവിടെ നിന്ന് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ ഇവിടെയും വാഷ്റൂം എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, തിരിച്ചു കൊടുക്കണം. ഡൊണേഷൻ ബോക്സ് ഉണ്ട്. ആർക്കെങ്കിലും സംഭാവന ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അതിലിടുക. സ്റ്റേജിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇടതുവശത്തൂടെ കയറുക. നിങ്ങളുടെ താങ്ക് യു. പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അതുകൊണ്ട് എപ്പോഴും ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കുട്ടി കാലം ഓർമ്മയുണ്ട്. നിങ്ങൾ ഇവിടെ ചുവാൻ പോകുന്ന കളികൾ കേൾക്കാൻ എല്ലാവരും ശ്രമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരൻസ് അത് കേൾക്കാൻ അഭിമാനത്തോടെ കാണിക്കുന്നു. നിങ്ങളെല്ലാവരും ചാവി സംഘത്തിന് ഈ 14 സദസ്സിലേക്ക് സ്വാഗതിച്ചു. നമ്മുടെ സീനിയർ ഓഫീസർമാർക്ക് ഇവിടെ ഇരിക്കുന്നു. അവർ എപ്പോഴും നമ്മുടെ കുട്ടിക്കാലം തൊട്ട് കാണുന്നത്. എങ്കിലും എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതിച്ചു. പിന്നെ കാവ്യസംഖ്യയുടെ എല്ലാ മെമ്പേഴ്സിനും സ്വാഗതം. അതുപോലെ തന്നെ മലയാളിക്ക് മുന്നിൽ നിന്ന് എല്ലാ മെമ്പേഴ്സിനും ഹൃദയം തുറന്ന് സ്വാഗതം ആശംസിക്കുന്നു. മനോഹരമായ ഒരു സ്വയം സംഖ്യ ആയിരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജയത്തിൽ ഒരുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാവ്യസംഖ്യയുടെ ജേതാക്കളായ കവിസംഖ്യയുടെ ആശംസ സന്ദേശം